എല്ലാ മനുഷ്യരുടെ ഉള്ളിലും ഒരു കുട്ടി ഒളിഞ്ഞിരിപ്പുണ്ടാവും. പക്ഷെ നമ്മൾ പ്രായം കൂടുന്തോറും ആ കുട്ടിയെ നമ്മളൊന്ന് അടക്കി പിടിച്ച് മുന്നോട്ട് ഇത്തിരി പക്വതപരമായിട്ട് ജീവിക്കാനൊക്കെ ശ്രമിക്കുന്നതാണ്. പക്ഷെ എല്ലാവരുടെ ഉള്ളിലും ഉണ്ട് ഒരു കൊച്ച് കുട്ടിയുടെ ഒരു മനസ്സ്. നമ്മളൊന്നും നമ്മുടെ മനസ്സിന് വലിയ വലിപ്പമൊന്നും വെക്കുന്നില്ല. നമ്മളുടെ ശാരീരികമായിട്ട് നമ്മൾക്ക് അറിവുകളൊക്കെ കൂടുന്നുള്ളൂ. പക്ഷെ നമ്മുടെ മനസ്സ് ഇപ്പോഴും നമുക്ക് എത്ര പ്രായമായ ആളുകൾക്ക് അവരുടെ കുട്ടിക്കാലമൊക്കെ ഓർമ്മയുണ്ടാവും. ആ ഒരു കുട്ടിക്കാലം അവർ എപ്പോഴും എൻജോയ് ചെയ്യുന്നൊരു സമയമാണ്. അപ്പം ഞാൻ എൻ്റെ എല്ലാ കാര്യങ്ങളും എൻജോയ് ചെയ്യുന്നത് കണ്ണൻ്റെ കൂടെയാണ്. കല്യാണിയുടെ കൂടെ ഇല്ലെന്നല്ല പറയുന്നത്. പക്ഷേ എന്നെ എല്ലാവരേക്കാളും കൂടുതൽ ഞാൻ മനസ്സിലാക്കുന്നു എന്ന് വിശ്വസിക്കുന്നത് കണ്ണനാണ് കേട്ടോ. അപ്പം ഞാനും അവനും കൂടെ റീലെടുക്കാൻ നിൽക്കുന്നൊരു സമയമാണ്. പല കോപ്രാട്ടിത്തരങ്ങളും കാണിക്കും കേട്ടോ. അതാണ് അവൻ്റെ സന്തോഷം. അവനറിയാം ഞാൻ എന്ത് കാണിക്കുന്നതും അവനറിയാം. അവനെ സന്തോഷിപ്പിക്കാനും ചിരിപ്പിക്കാനും ഒക്കെ വേണ്ടിയിട്ടാണ്. അപ്പം ഞാനിങ്ങനെ പാട്ട് പാടുന്നതും എന്തെങ്കിലും കോപ്രായങ്ങൾ കാണിക്കുന്നതും ഒക്കെ അവന് ഭയങ്കര ഇഷ്ടമാണ്. അപ്പം ഞാൻ വിചാരിക്കും, എന്തിനാണ് ഞാൻ ഈ എയർ പിടിച്ചു നടക്കുന്നത്? കാര്യം ആളിലൊക്കെ വലിയ വലുപ്പമൊക്കെ വെച്ചിട്ടൊക്കെ ഉണ്ട്. പക്ഷെ മനസ്സിന് എനിക്കത്ര വലിയ വലുപ്പമൊന്നും വെച്ചൊന്നും എനിക്ക് തോന്നിയിട്ടില്ല കേട്ടോ. നമ്മളുടെ ഓരോ ജീവിതാനുഭവങ്ങൾ കൊണ്ട് നമ്മൾ പല പല പാഠങ്ങൾ പഠിക്കുന്നുണ്ട്, കുറേ കാര്യങ്ങൾ അറിയുന്നുണ്ട്. എങ്കിൽ പോലും നമ്മളുടെ ഉള്ളിൽ എപ്പോഴും ഒരു കൊച്ചുകുട്ടി കിടക്കുന്നുണ്ട് അല്ലേ. ഇപ്പോൾ കല്യാണിയൊക്കെ കളിക്കാതിരിക്കുമ്പോൾ ഞാൻ കൂടെ ഇരുന്ന് കളിക്കുമ്പോൾ കല്യാണിയൊക്കെ അതൊരു കൗതുകമാണ്. അമ്മ കളിക്കാൻ വരുമോ? ഞാൻ പറഞ്ഞു പിന്നെ എന്താ, എനിക്ക് കളിക്കാൻ വന്നാലേ, അങ്ങനെയൊക്കെയാണ് ഞാൻ ചോദിക്കാറുള്ളത്. അപ്പോൾ ആ ഒരു ഇപ്പം എന്നോട് പലരും ചോദിക്കുന്നുണ്ടായിരുന്നു, കമൻസിൽ ഞാൻ കണ്ടായിരുന്നു, എന്തിനാണ് ഇങ്ങനെ കൊച്ചിനെ കാണിച്ച് വീഡിയോസ് ചെയ്യുന്നത്, എന്തിനാണ് ഈ കോപ്രാട്ടിത്തരങ്ങൾ കാണിക്കുന്നതെന്നൊക്കെ. പക്ഷേ എൻ്റെ കോപ്രാട്ടിത്തരങ്ങൾ അല്ലെങ്കിൽ ഞങ്ങളിങ്ങനെ ചെയ്യുന്ന കാര്യങ്ങളിൽ അവന് ഒരുപാട് സന്തോഷം നൽകാനായിട്ട് എനിക്ക് സാധിക്കുന്നുണ്ടെങ്കിൽ ആ കോപ്രാട്ടിത്തരങ്ങൾ നല്ലതിനല്ലേ. അപ്പോൾ കണ്ണൻ ചിരിക്കുന്നത് കണ്ടിട്ടാണ് കേട്ടോ എനിക്ക് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര സന്തോഷം തോന്നുന്നത്. ഞാൻ ചിലപ്പോൾ പാട്ട് വയ്ക്കും, എൻ്റേതായുള്ള എന്തെങ്കിലും ചാടലോ തുള്ളലോ മറിയലോ എന്തെങ്കിലുമൊക്കെ ഞാൻ കാണിച്ചും കൊണ്ടിരിക്കും. അവനുണ്ടല്ലോ, അവൻ ചിരിക്കുന്നത് കണ്ടു കഴിഞ്ഞാലുണ്ടല്ലോ നമുക്ക് നമ്മളുടെ മനസ്സങ്ങോട്ട് ഫ്രീ ആയിപ്പോവും. അത്രയ്ക്ക് കുടുകുടാന്നാണ് കാണാനിങ്ങനെ ചിരിക്കുക. സത്യം പറഞ്ഞാൽ അവൻ്റെ ആരോഗ്യം കുറേ രീതിയിൽ മെച്ചപ്പെട്ട് പോകുന്നതിന് ചിരിച്ച ആയുസ് കൂടുന്ന നമ്മൾ പറയില്ല, അതുപോലെ തന്നെ അത്രയധികം ഒരു ദിവസം ചിരിക്കുന്നുണ്ട്, ചിരിപ്പിക്കാറുണ്ട് ഞാൻ. അപ്പം അതുപോലെയാണ്. അപ്പോൾ അവനെ അടുത്തറിയുന്നവർക്ക് അറിയാം അവൻ്റെ ചിരിയും തമാശകളും കാര്യങ്ങളും ഒക്കെ. അപ്പോൾ ഇതിനൊക്കെ വേണ്ടിയിട്ടാണ് ഞാൻ വീഡിയോസ് എടുക്കുന്നത് കേട്ടോ. അപ്പോൾ എല്ലാവർക്കും ഡൗട്ടൊക്കെ ക്ലിയർ ആയില്ലേ?